വിവാഹം തീരെ വേണ്ട എന്ന് തീരുമാനിച്ച ഈ തലമുറയിലെ പെൺകുട്ടികളോടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ളത്, പറയാനുള്ളത്. സ്കിപ്പ് ചെയ്യാതെ കേൾക്കണേ നിങ്ങൾ പ്ലീസ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയോ? ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ഒരു തീരുമാനമെടുത്തിട്ട് വർഷങ്ങൾക്ക് ശേഷം വന്ന് ആരെങ്കിലും ഇത് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് സ്വയം പറയേണ്ടി വരുന്നതാണ്. ഇന്ന് നീ പറയുന്നുണ്ടാകാം, എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ആരെയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നൊക്കെ. പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് കേൾക്കുക. കാരണം സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ. കാരണം ഞാൻ നിന്നെ വിവാഹത്തിലേക്ക് നിർബന്ധിക്കാൻ പോകുന്നൊന്നുമില്ല. നിങ്ങൾ ആരെയും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കാനൊന്നും പോകുന്നില്ല ഞങ്ങൾ ആരും. പക്ഷെ ഇന്ന് നിങ്ങളുടെ പ്രായത്തില് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ജീവിതം നിങ്ങളെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങൾ നിനക്ക് മുൻകൂട്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ ചില തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു അൺഡു ഓപ്ഷനോ ബട്ടണോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ആരെയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു കൊള്ളാം, ഈ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൂർണ്ണ അവകാശമുണ്ട്. കാരണം ഇത് നിങ്ങളുടെ ജീവിതമാണ്. പക്ഷെ ഒരു നിമിഷം നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് കേൾക്കാൻ, ഈ തീരുമാനം നീ എടുക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാണോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കാം. അതോ ചുറ്റും കണ്ട ചില മോശം വിവാഹങ്ങളാണോ, വേദനകളും പേടികളും കൊണ്ട് മനസ്സിൽ രൂപപ്പെട്ട ഒരു പ്രതിരോധമാണോ എന്നുള്ളത്. ഇന്ന് നിനക്ക് പ്രായമുണ്ട്, ആരോഗ്യമുണ്ട്, ജോലിയുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ജീവിതം എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് നിന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ ഒരാളില്ലെങ്കിലോ, നിന്റെ വിഷമങ്ങളിൽ ഞാൻ കൂടെയുണ്ടെന്ന് പറയാൻ ആരുമില്ലെങ്കിൽ, അസുഖം വന്ന സമയത്ത് നിന്നെക്കാൾ കൂടുതൽ നിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളില്ലെങ്കിൽ, മനുഷ്യൻ എത്ര ശക്തനായാലും ശരി, എത്ര സ്വതന്ത്രനായാലും ശരി, അവന്റെ ഉള്ളിന്റെ ആഴത്തിൽ വേണ്ടത് ഒരു യാഥാർത്ഥ്യ ബന്ധമാണ് എന്നുള്ളതാണ്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ, നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നിൽക്കുന്ന ഒരാൾ. വിവാഹം എന്നൊരു പെൺകുട്ടിയുടെ സ്വതന്ത്രത്തെ നഷ്ടപ്പെടുത്തലല്ല, ശരിയായ പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പരം ജീവിതത്തിലെ ഭാരങ്ങൾ പങ്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ യാത്രയാണെന്ന് പറയാം. ഒരു നിമിഷം നിന്റെ മാതാപിതാക്കളെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നീ ജനിച്ച നിമിഷം മുതൽ നിന്റെ ഓരോ സന്തോഷത്തിലും വിഷമത്തിലും കൂടെ നിന്നവരാണ് അവരല്ലേ. അവർ നിന്നിൽ നിന്നും ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അവരാഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണ്, ഞങ്ങൾ ഇല്ലാതായ ശേഷം, ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ മക്കൾ സുരക്ഷിതമായി സന്തോഷവതിയായി സ്നേഹിക്കുന്ന ഒരാളായി ജീവിക്കണം എന്നുള്ളതാണ്. അവരുടെ ഈ ആശങ്ക നിയന്ത്രിക്കാനുള്ള ആഗ്രഹമല്ല, അത് സ്നേഹത്തിന്റെ ആഴമാണ്. അതേസമയം പ്രിയപ്പെട്ട മാതാപിതാക്കളോട് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം, നിങ്ങളുടെ മക്കൾ വിവാഹം വേണ്ടെന്ന് പറയുമ്പോൾ അവളെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾ. കാരണം ആദ്യം അവളെ കേൾക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കും നിങ്ങൾ. അവളുടെ ഭയങ്ങളും ആശങ്കകളും മനസ്സിലാക്കാൻ നിങ്ങൾ അവളെ നിർബന്ധിക്കേണ്ട കേട്ടോ. പക്ഷേ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ബന്ധങ്ങളും വിലയും പങ്കാളിത്തത്തിന്റെ അർത്ഥവും അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി. മോളെ വിവാഹം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അന്തിമ തീരുമാനം നിന്റെ മാത്രമാണ്. പക്ഷേ ഒരപേക്ഷ മാത്രമുണ്ട് പറയാൻ കേട്ടോ. യൗവനത്തിലെ വികാരങ്ങൾ കൊണ്ടോ ചില മോശം അനുഭവങ്ങൾ കണ്ടത് കൊണ്ടോ എനിക്ക് ആരെയും വേണ്ട എന്ന ഇന്നത്തെ ആത്മവിശ്വാസം കൊണ്ടോ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ബാധിക്കുന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം സമയമാണ്, പ്രായം മാറും, എല്ലാം മാറും, മനുഷ്യന്റെ മുൻഗണനകളൊക്കെ മാറും. പക്ഷെ ചിലപ്പോൾ വിലമതിക്കാനാവാത്ത ചില നഷ്ടപ്പെട്ട സമയം അവസരങ്ങളുമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ അവസാനം മനുഷ്യൻ അന്വേഷിക്കുന്നത് പണമോ പദവിയോ ഒന്നും ആയിരിക്കില്ല. ഞാൻ വീണാൽ എന്നെ പിടിച്ചുയർത്താൻ ഒരാൾ, ഞാൻ കരഞ്ഞാൽ എന്നെ കേട്ടിരിക്കാൻ ഒരാൾ, ഞാൻ ചിരിച്ചാൽ എന്നോടൊപ്പം ചിരിക്കാൻ ഒരാൾ. അവസാനം മനുഷ്യൻ ഓർക്കപ്പെടുന്നത് എന്താണെന്നറിയാം, അവൻ സമ്പാദിച്ച സ്വത്തുകളൊന്നും അല്ല ഉണ്ടാവുക, അവൻ സൃഷ്ടിച്ചു വെച്ച ബന്ധങ്ങളാണ് ഉണ്ടാവുക എപ്പോഴും എന്നുള്ളതാണ്. അതുകൊണ്ട് വിവാഹത്തെ നിർബന്ധമായി നിങ്ങൾ ഒരു ബന്ധനമായി കാണാതിരിക്കുക. നിങ്ങൾ ജീവിതം നിനക്ക് നൽകുന്ന ഒരു വലിയ മനുഷ്യ ബന്ധത്തിന്റെ സാധ്യതയായി മാത്രം അതിനെ കാണാവൂ. നിങ്ങൾ ചിന്തിക്കാൻ, നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ പിന്നെ നിങ്ങൾ തീരുമാനം എടുക്കുക കേട്ടോ. കാരണം ജീവിതത്തിന്റെ ചില തീരുമാനങ്ങൾ അന്നത്തെ നിനക്ക് വേണ്ടി മാത്രമല്ല, നാളെയുള്ള നിനക്ക് വേണ്ടി കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾ തീരുമാനം എടുക്കേണ്ടതാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു. നല്ല മാത്രം വരട്ടെ.